സമരം സമാധാനപരമായാണ് SFI നേതൃത്വം കൊടുത്തത്. പക്ഷേ ഇവിടെ കയറാൻ വേണ്ടി ശ്രമിക്കുന്ന വേളയിൽ പോലീസ് തടയുക എന്നതിനപ്പുറത്തേക്ക് ലാത്തിക്കൊണ്ട് നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ തലക്കടിക്കുന്ന പ്രവർത്തകരെ നിലവിൽ ഐശാൽ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് ആശുപത്രി അഡ്മിറ്റാക്കിയ സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രവർത്തനം അഡ്മിറ്റ് ആവുന്ന സാഹചര്യം തലക്കടി കിട്ടി നിലവിൽ സ്കാൻ ഉൾപ്പെടെ എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള ആൾക്കാർക്ക് നേരെ പരിക്ക് പറ്റുന്ന സാഹചര്യം ലാത്തി കൊണ്ട് അടി കെട്ടി പരിക്ക് പറ്റുന്നത്. അങ്ങനെയാണ് SFIയുടെ ആൾക്കാർ പ്രകോപിതരാകുന്നത്. പോലീസിനെ ഒരു തരത്തിലും വെല്ലുവിളിച്ചുകൊണ്ടല്ല SFI ഇതുവരെ സമരം നടത്തിയത്. പോലീസ് എന്ന് പറയുന്നത് SFIക്ക് ഈ സമരത്തിൻ്റെ ഭാഗമായി പോലീസ് ഒരു കക്ഷിയേ അല്ല. നമുക്ക് കക്ഷി എന്ന് പറയുന്നത് ഈ ക്യാമ്പസിലെ മാനേജ്മെൻറ്റാണ്. പോലീസിനോട് മല്ലിട്ടുകൊണ്ട് വിഷയത്തെ വളച്ചൊടിക്കാൻ വേണ്ടി SFI ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നുള്ളത് മാത്രമാണ് SFI പറയുന്നത്. തുടർച്ചയായ രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് സംഭവങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് മൊഴി മാറ്റിപ്പിക്കുന്ന തരത്തിലേക്ക് ഉൾപ്പെടെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് മാറി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കോളേജിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയം ഗൗരവതരമാണ്. ഇന്നലെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന വിഷയമുണ്ടായി. ആ സമയത്ത് എന്തായാലും SFI പറഞ്ഞത് സമരം ഇന്ന് 3 മണിക്ക് ചർച്ചയിൽ തീരുമാനമൊന്നും ആകുന്നില്ലെങ്കിൽ ഇതിനെ ആശുപത്രി മാനേജ്മെൻറ്റുമായാണോ ചർച്ച നടക്കും. പോലീസ് DYSPയുടെ സാന്നിധ്യത്തിൽ ഉൾപ്പെടെയാണ് ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. അതിൽ തീരുമാനം ആകുന്നില്ലെങ്കിൽ SFI വിദ്യാർത്ഥികളോടൊപ്പം നിലനിന്നുകൊണ്ട് വലിയ സമരത്തിന് ഈ ക്യാമ്പസിലടക്കം നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.